ഇന്നത്തെ വീഡിയോ കാശ്മീരിലെ പരമ്പരാഗത ഹാൻഡിക്രാഫ്റ്റ്സിനെ പറ്റിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാശ്മീരി ഹാൻഡിക്രാഫ്റ്റ്സ്. കാശ്മീർ മനോഹരമായ ഹസ്തശില്പങ്ങൾക്ക് പ്രസിദ്ധമാണ്. ഇവ ഉയർന്ന നിലവാരമുള്ളതും സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊള്ളുന്നതുമാണ്. ചില പ്രധാന കാശ്മീരി ഹസ്തശില്പങ്ങൾ പരിചയപ്പെടാം. ആദ്യം പഷ്മിന ഷാൾ. ലോകപ്രശസ്തമായ ഒരു കൈത്തറി ഉൽപ്പന്നം. ഇത് ജമ്മു കാശ്മീരിലെ തണുപ്പേറിയ കാലാവസ്ഥയിൽ വളരുന്ന പഷ്മിന ആടുകളുടെ രോമങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. പരമ്പരാഗത കൈത്തറി രീതിയിൽ നെയ്തെടുക്കുന്നു. ഷാളുകൾക്ക് അതിമനോഹരമായ കരകൗശല വർണ്ണനകളും പാറ്റേണുകളും ഉണ്ടാകും. പഷ്മിന ഷാളുകൾ വളരെ മൃദുവും ഭാരം കുറഞ്ഞതുമാണ്, എന്നാൽ മികച്ച ചൂട് നൽകുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാനും ഫാഷൻ ആക്സസറിയായും ഉപയോഗിക്കുന്നു. അടുത്തത് കാശ്മീരി കാർപ്പറ്റുകൾ. ഇവ ജമ്മു കാശ്മീരിൻ്റെ പാരമ്പര്യ കരകൗശല വിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. പഷ്മിന ഷാൾ പോലെ ലോകപ്രശസ്തവും. ഉയർന്ന നിലവാരമുള്ള കമ്പിളി, പട്ട് അല്ലെങ്കിൽ ഇവ രണ്ടും കലർന്നതാണ് കാർപ്പറ്റുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ. പുഷ്പ ഡിസൈനുകൾ, ജാമിതീയ രൂപങ്ങൾ, പൈസ്ലി അഥവാ മാങ്ങാ മോട്ടിഫ്, ഷാളി ബാഗ് അഥവാ പൂന്തോട്ട രൂപകൽപ്പന എന്നിവ പ്രധാനം. സമ്പന്നവും ഊഷ്മളവുമായ നിറങ്ങൾ, പ്രകൃതിദത്ത ഡൈകൾ എന്നിവ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. വളരെ മോടിയും മൃദുവും തിളക്കവും. കമ്പിളി കാർപ്പറ്റുകൾ ചൂടും ദൃഢതയും നൽകുന്നു. ഇനി പേപ്പർ മാഷ്. കാശ്മീരിൻ്റെ പരമ്പരാഗത കരകൗശല വിദ്യയാണ് പേപ്പർ മാഷ്. കടലാസിൻ്റെ പൾപ്പ് ഉപയോഗിച്ച് ഇവ നിർമ്മിക്കുന്നു. കടലാസ് കഷ്ണങ്ങൾ, പശ, വെള്ളം എന്നിവ ചേർത്ത് ആദ്യം പൾപ്പുണ്ടാക്കും. ചെടികൾ, അലങ്കാര വസ്തുക്കൾ, ഫോട്ടോ ഫ്രെയിമുകൾ, ശില്പങ്ങൾ, കണ്ണാടികൾ, വിളക്കുകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. കശ്മീരി ഡിസൈനുകൾ പലപ്പോഴും പേർഷ്യൻ, മുഗൾ കലകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണ്. മൃദുത്വം, ഭാരക്കുറവ്, ദൃഢത കൂടാതെ സ്വർണ്ണ, വെള്ളി നിറങ്ങളും മിനുസമുള്ള ഫിനിഷും കാരണം ആഡംബര വസ്തുക്കളായി ഇവ ഉപയോഗിക്കുന്നു. ഇനി ജമ്മു കാശ്മീരിൻ്റെ പരമ്പരാഗത കരകൗശല വിദ്യയുടെ മറ്റൊരു ഉദാഹരണമാണ് കശ്മീരി വുഡ് കാർവിംഗ്. പ്രധാനമായും കാശ്മീരിൽ സുലഭമായ വാൾനട്ട് മരം ഉപയോഗിക്കുന്നു. കരകൗശല വിദഗ്ധർ, അതായത് നാഖാഷ്, ഇവർ പരമ്പരാഗത ഉപകരണങ്ങൾ ഉപയോഗിച്ച് മരത്തിൽ വിശദമായ ഡിസൈനുകൾ നിർമ്മിക്കുന്നു. കൈകൊണ്ട് സങ്കീർണമായ കൊത്തുപണികളും നടത്തും. ചിനാറില, പുഷ്പം, പൈസ്ലി, ജാമിതീയ രൂപങ്ങൾ, മുഗൾ പേർഷ്യൻ പാറ്റേണുകൾ, ഡ്രാഗൺ മോട്ടീഫ്, പക്ഷികൾ, മൃഗങ്ങൾ, പ്രകൃതിദത്ത ദൃശ്യങ്ങൾ എന്നിവയും ഉപയോഗിക്കുന്നു. ശ്രീനഗർ, അനന്ത്നാഗ്, ഗന്ദർബാൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പ്രധാനമായും ഇവ നിർമ്മിക്കുന്നത്. ഇനി കശ്മീരി എംബ്രോയിഡറി നോക്കാം. പരമ്പരാഗതവും സങ്കീർണവുമായ മനോഹരവുമായ തുന്നൽ വർക്കിന് പ്രശസ്തമാണ് കശ്മീരി എംബ്രോയിഡറി. സൂചി, നൂൽ എന്നിവ ഉപയോഗിച്ച് കൈകൊണ്ട് നടത്തുന്ന അതിസങ്കീർണമായ തുന്നൽ വർക്ക്. കമ്പിളി, പട്ട്, പരുത്തി തുണികളിൽ സങ്കീർണമായ ഡിസൈനുകൾ തുന്നിച്ചേർക്കുന്നു. പ്രധാന തുന്നൽ ശൈലികൾ സുജനി, ആരി, ടില്ല വർക്ക്, കാഷിദ എന്നിവയാണ്. ഇനി എന്താണ് സുജനി എന്ന് നോക്കാം. ലളിതവും പരമ്പരാഗതവുമായ തുന്നൽ, പുഷ്പ ഡിസൈനുകൾ, ജാമിതീയ രൂപങ്ങൾ എന്നിവ തുന്നുന്നതാണ് സുജനി. ആരി, ഹുക്ക് ഉപയോഗിച്ചുള്ള ചെയിൻ സ്റ്റിച്ച് രീതി. പുഷ്പങ്ങൾ, ഇലകൾ, പക്ഷികൾ എന്നിവ നിർമ്മിക്കുന്നു. ടില്ല വർക്ക്, സ്വർണം, വെള്ളി നൂലുകൾ ഉപയോഗിച്ചുള്ള തുന്നൽ. കാഷിദ, വിശദമായ കൈത്തുന്നൽ. പട്ട്, കമ്പിളി, മെറ്റാലിക് നൂലുകൾ എന്നിവ ഉപയോഗിച്ച് പുഷ്പരൂപങ്ങൾ, ചിനാറിലകൾ, താമര, റോസ്, ജാസ്മിൻ തുടങ്ങിയവ നിർമ്മിക്കുന്നു. പ്രകൃതി ഡിസൈനുകളിൽ മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, പൈസ്ലി, ജാമിതീയ രൂപങ്ങൾ, മുഗൾ പേർഷ്യൻ ശൈലികൾ എന്നിവ ഉൾപ്പെടുന്നു. അടുത്തത് കശ്മീരി കോപ്പർ വർക്ക്. ജമ്മു കാശ്മീരിൻ്റെ പരമ്പരാഗത കരകൗശല വിദ്യയിൽ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണിത്. ത്രാം എന്നറിയപ്പെടുന്നു.
നിർമ്മാണ രീതി നഖാഷി എന്നാണ് അറിയപ്പെടുന്നത്. ചെമ്പ് ഉപരിതലത്തിൽ ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് സങ്കീർണമായ ഡിസൈനുകൾ കൊത്തിവെക്കുന്നു. റിപ്പൗസ ചെമ്പ് ഷീറ്റുകളിൽ ഉയർന്ന രൂപങ്ങൾ സൃഷ്ടിക്കുന്ന രീതി. ഡിസൈനുകൾക്ക് ത്രിമാന രൂപം നൽകുന്നു. കന്ദകാരി എന്നറിയപ്പെടുന്ന പരമ്പരാഗത കരകൗശല വിദഗ്ധർ കൈകൊണ്ടാണിവ നിർമ്മിക്കുന്നത്. ഡിസൈനുകൾ പലപ്പോഴും കശ്മീരിന്റെ പ്രകൃതി, സംസ്കാരം, ചരിത്രം എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാവും. സമോവർ, പാത്രങ്ങൾ, ജഗ്ഗുകൾ, ട്രേകൾ, പ്ലേറ്റുകൾ, ബൗളുകൾ, വെയ്സുകൾ, ശില്പങ്ങൾ, പാനലുകൾ, ആഭരണങ്ങൾ എന്നിങ്ങനെ വിവിധ തരം. ചെമ്പിന്റെ ദൃഢത ഉൽപ്പന്നങ്ങൾ മോടിയുള്ളതാക്കുന്നു. കൊത്തുപണികളും തിളക്കവും അവയ്ക്ക് ആഡംബരഭാവം നൽകുന്നു. എല്ലാ യഥാർത്ഥ കാശ്മീരി ഉൽപ്പന്നങ്ങൾക്കും GI ടാഗ് ഉണ്ടാകും.